നമ്മളിപ്പോൾ പോകുന്നത് അഞ്ചുമല പാറ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വ്യൂ പോയിന്റ് കാണാൻ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മളിപ്പോൾ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ മൂന്നാർ കൊടൈക്കനാലൊക്കെ പോകുമല്ലോ, ആ വഴിയിലൊക്കെ നമ്മൾ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ അതുപോലൊരു വൈബാണ് ശരിക്കും ഇവിടെ കേട്ടോ. ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയൊരു കാഴ്ചയാണ് ഇത് കണ്ടിട്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇത് തേയിലത്തോട്ടമൊന്നുമല്ല, എന്തോ ഒരു വള്ളി പച്ച സാധനം, ഒരു ചെടി പോലത്തെ ഒരു സംഭവമാണ്. അതിങ്ങനെ പടർന്ന് പിടിച്ച് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു പച്ചപ്പിന്റെ ഒരു അതിപ്രസരം എന്നൊക്കെ പറയത്തില്ലേ, അതാണ് സംഭവം. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ കയറി വീഡിയോ ഒക്കെ എടുത്താട്ടോ, ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആയിരുന്നു. അത് മാത്രമല്ല, മഴയൊക്കെ കഴിഞ്ഞിട്ടൊരു നിൽക്കുന്ന സമയമായിട്ട് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് കാണാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തകർത്ത് നിന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലായിരുന്നു. അത്രയും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. നല്ല മഞ്ഞൊക്കെ ഉള്ള സമയത്ത് വരുവാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, അമ്മാതിരി ഒരു കാഴ്ചയായിരുന്നു. ശരിക്കും ഈ റോഡാണ് അഞ്ചുമല പാറയിലോട്ട് പോകുന്ന റോഡ്. നമ്മുടെ ഈ ഏനാദിമംഗല ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഉള്ള എളമണ്ണൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പോകുന്ന സ്ഥലമാണ്. ശരിക്കും ഇതിട്ട് ഗൂഗിൾ മാപ്പ് വെച്ച് കഴിഞ്ഞാൽ കിൻഡ്ര ഫുഡ് സപ്ലൈയുടെ ഒരു ഇതൊക്കെ ഉണ്ട്, ഒരു വലിയൊരു ഫാക്ടറി. അപ്പോൾ ആ ഒരു അങ്ങോട്ട് പോകുന്നതാണ് ഈ ഒരു റോഡെന്ന് പറയുന്നത്. അതുവഴിയിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഈ അഞ്ചുമല പാറ എന്ന് പറയുന്ന വ്യൂ പോയിന്റിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ഈ നമ്മുടെ പോകുന്ന റൂട്ട് ഇതാണ്. നമ്മുടെ കൂടെ ആകപ്പാട് വിഷ്ണു മാത്രമാണ് ഈ ഒരു റൂട്ട് സഞ്ചരിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വിഷ്ണുവിൻ്റെ കൂടാണ് നമ്മൾ ഈ പോകുന്നത്. ശരിക്കും നമുക്ക് വേറൊരു അബദ്ധം പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ നമ്മളെ കാണിക്കാനാണ്. നമ്മൾ വേറൊരു റൂട്ട് വഴിയാണ് പോകേണ്ടത്. ആ ഒരു റൂട്ടിൽ ഇപ്പം പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്ത് ഈ കിൻഡ്ര ഫുഡ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ടറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ പോകുന്ന ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നത്. ശരിക്കും ഒരു അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തൂടെ പോയാലാണ് നമുക്കിപ്പം അഞ്ചുമല പാറയിലോട്ട് ചെല്ലാൻ പറ്റുന്നത്, അഞ്ചുമല പാറ വ്യൂ പോയിന്റിലോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ അഞ്ചുമല പാറ വ്യൂ പോയിന്റിലേക്ക് എത്താം. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ ഏനാദിമംഗലത്തെ അഞ്ചുമല പാറ എന്ന് പറയുന്ന ആ ഒരു പാറ കാണാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു പടകളുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അഞ്ചുമല പാറ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ശരിക്കും നമ്മൾ ഇതുപോലത്തുള്ള മലകളൊക്കെ കാണാൻ പോകുമ്പം കുറച്ച് കഠിനമാണ് കയറ്റം. അപ്പോൾ എന്തായാലും നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടോട്ട് നമുക്ക് പോകാം. എല്ലാവരും പോവാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ. പ്രത്യേകിച്ചൊരു വഴി എന്ന് പറയാൻ വേണ്ടി ഇവിടെ ഇല്ല. ഒരുപാട് ആൾക്കാർ പോയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് വഴിയാണുള്ളതും. ഈ വഴി കൂടെ വേണം നമുക്ക് കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ആകപ്പാടെ വന്നിട്ടുള്ളത് നമ്മുടെ വിഷ്ണു മാത്രമാണ്. ബാക്കി ഞങ്ങളാരും വന്നിട്ടില്ല. ശരിക്കും ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലും പത്തനംതിട്ട ജില്ല അങ്ങനെ രണ്ടിൻ്റെ ബോർഡർ ആയിട്ട് വരും ഒരു ഏനാദിമംഗലം എന്ന് പറയുന്ന സ്ഥലം. ശരിക്കും ഭയങ്കര ഹരിതോന്ന പച്ചപ്പ്. നമ്മൾ വന്ന സമയം മഴയാണ് കേട്ടോ. ഞാൻ എവിടെ പോകും, ഏത് കുന്നും കാടും കയറാൻ പോയാലും ഈ മഴയാണ് കേട്ടോ. മഴ മാറിയിട്ടുണ്ട്, എങ്കിലും മഴ വന്നാലോന്ന് വിചാരിച്ചിട്ട് ഞാൻ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടേക്കുണ്ട്. വേണ്ട, കയറി ഇതുപോലെ സൂക്ഷിച്ചു പോണം. അത്യാവശ്യം മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് വഴുക്കൽ കാണും. വാ, ഇതാണ് കുറച്ചേരം ഇത്തിരി കയറിയതേ ഉള്ളു. അതിനൊന്ന് അണയ്ക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇനിയും കയറും. എങ്ങോട്ട് മുട്ടിലഴിഞ്ഞ് എന്നാ കയറി പോന്ന്. ഇതെങ്ങും ഒന്നുമല്ല, ഇനിയാണ് കയറാൻ കിടക്കുന്നത്. മുമ്പ് മല കയറാൻ പോയിട്ടുണ്ടോ? ശബരിമലയാണോ? മഴ പെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ചെറിയ വഴുക്കലിനൊക്കെ ഉള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്നത് ശരിക്കും പാറയുടെ മുകളിലേക്കാണ് കേട്ടോ. നടക്കുന്ന ഭാഗത്തെല്ലാം ഇതുപോലത്തുള്ള വലിയ വലിയ പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വഴുക്കലിനുള്ള സാധ്യത കൂടുതലായിട്ട് എല്ലാവരും ചെരുപ്പെല്ലാം ഒരു കൈ പിടിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കയറി വരുന്നതോറും നമ്മൾ തിരിഞ്ഞൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മൾ കുറച്ചുകൂടി ഉയരത്തിലെത്തുമ്പോൾ ഈ കാടിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, അത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നടന്നതിന് ശേഷം നമ്മളൊന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ അടുത്ത് വന്നിരുന്നു കേട്ടോ. ശരിക്കും ഇവിടെ ഒരു വലിയൊരു ഇച്ചിരി താഴ്ച പോലത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. താഴെ വീണ് കഴിഞ്ഞ് കയ്യോ കാലോ ഒടിയാൻ വളരെയധികം സാധ്യത കൂടുതലാണ്.
അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് കയറും തോറും നമുക്ക് ഇങ്ങനെ കുറേ കഷ്ടപ്പെടേണ്ടി വരും. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കാഴ്ചയുടെ ഭംഗി കൊണ്ട് നമ്മൾ ഈ പറയുന്ന ഈ ക്ഷീണമൊക്കെ അന്നേരം മാറും. പിന്നെ ഈ ട്രെക്കിങ് എന്ന് പറയുന്ന സംഭവം തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണ്. അല്ലാതുള്ളവരാണെങ്കിൽ അവർക്ക് കാലും കയ്യും ഒക്കെ വേദന എടുക്കുന്നതാണ്. അല്ലാതെ ട്രെക്കിങ് വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് ഇതുപോലത്തുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള ഇങ്ങനത്തെ കുന്നിൻ്റെ മുകളിലാണെങ്കിലും മലയുടെ മുകളിലൊക്കെ കയറാൻ പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു വലിയ ട്രെക്കിംഗ് എന്ന് ഞാൻ പറയത്തില്ല. കാരണം രാജാത്തോട്ടം അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇതൊരു ട്രെക്കിങ്ങേ അല്ല. രാജാത്തോട്ടം പോയിട്ടുള്ളവർക്ക് അറിയാം അതിനൊരു കഷ്ടപ്പാടും. അത്രയും വലിയൊരു കുന്നും മലയും നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര എളുപ്പമായിരുന്നു രാജാത്തോട്ടം. പക്ഷേ പിന്നീടാണല്ലോ അതിൻ്റെ ആ ഒരു കഷ്ടപ്പാട് അറിഞ്ഞത്. പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു അഞ്ചുമല പാറയിലോട്ടുള്ള ഒരു ട്രെക്കിംഗ് എന്ന് പറയുന്നത് അത്ര വലിയ കുഴപ്പമില്ലാത്തതാണ് കേട്ടോ. എന്നും പറഞ്ഞ് ചാടി പിടിച്ചൊന്നും കയറാൻ പറ്റത്തില്ല. നമ്മൾ അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്ത് തന്നെയാണ് ഈ ഒരു യാത്ര തുടങ്ങിയിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് അത്യാവശ്യം വേണ്ടത് വെള്ളമാണ്. അത് നമ്മൾ കരുതിയിട്ടുണ്ട്. നമ്മൾ ഈ കയറുന്ന ഭാഗത്ത് തന്നെ ഒരു വീടുണ്ട്. ലാസ്റ്റ് അവിടെ ഉള്ള ഒരു വ്യൂ പോയിന്റിനെ കയറുന്ന ആ ഒരു എൻട്രിയിൽ ഒരേ ഒരു വീടേ ഉള്ളൂ. ആ വീട്ടിൽ നമുക്ക് അത്യാവശ്യം കുടിക്കാനുള്ള വെള്ളമൊക്കെ അവർ വിൽക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു കുപ്പിയിൽ വെള്ളമൊക്കെ ഒന്ന് കരുതി വെക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ ഈ ഒരു യാത്ര തുടരുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നല്ല മഴയുണ്ടായിരുന്നു നമ്മൾ വരുന്നതിന് മുമ്പ്. അതുകൊണ്ട് തന്നെ വഴുക്കൽ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചൊക്കെയാണ് നടക്കുന്നത്. നമ്മുടെ കൂടെ വന്ന രണ്ടുപേരാണ് താഴെ എത്തിയതേ ഉള്ളൂ. എന്തായാലും നമ്മൾ മുകളിലോട്ട് കയറുകയാണ് ഗൈസ്. അപ്പോൾ ഇതൊരു നല്ല ട്രെക്കിംഗ് ആണ് കേട്ടോ. നമ്മൾ കുറേ പേരൊക്കെ ആയിട്ട് വരുമ്പോൾ ശരിക്കും ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ നേരെ മുകളിലോട്ട് കയറുകയാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു പാറയുടെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം നമ്മൾ വിശ്രമിച്ചതിന് ശേഷമാണ് ബാക്കി ഇനി നമ്മുടെ യാത്ര തുടരുന്നത്. മഴ പെയ്തിട്ട് മാറിയിരിക്കുന്ന സമയമാണ്. പക്ഷേ ഇപ്പം നല്ല ഇടിയൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം മുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് പൊടിയാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാണ് നമ്മുടെ ഈ സാധ്യത. എല്ലാവർക്കും കൂടി ഇതിൻ്റെ മുകളിലോട്ട് കയറാം. കമൺ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഇനിയും മുകളിലോട്ട് കയറാനുണ്ട്. അപ്പം വീർത്തൊരു പരുവായിരുന്നു. അവിടെ നല്ല രസമുണ്ട് കേട്ടോ. ഫുള്ള് റബ്ബറാണ് കേട്ടോ. ഞാൻ കാണുമ്പോൾ മനസ്സിലാവും ഫുള്ള് റബ്ബറാണ്. വീഴത്തില്ല, വീണില്ല ഗൈസ്. റബ്ബറായാണ്. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ പോവുകയാണ്. ആ ഒരു പാറയുടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷനായി. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി നമ്മൾ അതിൻ്റെ മുകളിൽ ചെന്നിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ആ ഒരു കാഴ്ച. വാർത്തയ്ക്ക് എന്നെ വല്ലാണ്ട് അരട്ടുന്നു. കളയല്ലേ കളയല്ലേ തീർക്കല്ലേ അവരുണ്ട്. ആ ഒളിഞ്ഞിങ്ങനെ ഇങ്ങനെ ഇരിക്കത്തില്ല. നമ്മളിനി മുകളിലോട്ട് കയറാൻ പോവുകയാണ്. എടാ അതിലെ കൂടെ തന്നെയാണോ? എടാ ഈ പൊട്ടന്റെ കൂടെ നമ്മളെ ആദ്യം പറയാൻ വേണം. ഞാൻ കയറുന്ന എന്റെ വഴി കൂടെ വരും.
നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ വന്നത്. ഇത്രയും നേരം നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടും തളർച്ചയും ക്ഷീണവും എല്ലാം എന്താ ഇതിൻ്റെ ഈ മുകളിൽ വന്ന് ഈ കാഴ്ച കാണുമ്പോൾ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങോട്ടോ പോയതാ. ഈ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അത്രയും മനോഹരമാണ് കേട്ടോ. ഈ എല്ലാ കുന്നിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓരോ കുന്നിൻ്റെ മുകളിലും അതിൻ്റെതായ പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഈ കാണുന്ന കാഴ്ചയുടെ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഈ ഫോണിൽ കൂടെ ഒക്കെ കാണുന്ന ഒന്നുമല്ല, ശരിക്കും നമ്മളെ കണ്ണുകൊണ്ട് ആസ്വദിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ഇത്രയും ആ ഒരു കയറ്റമൊക്കെ കയറി ഇതിൻ്റെ മുകളിൽ വരുമുണ്ടല്ലോ, ആ വെറുതെ ഒന്നും കയറുന്നതല്ല, നന്നായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് തന്നെയാണ് ഇതിൻ്റെ മുകളിൽ എത്തിയിരിക്കുന്നത്. അത്രയും നമ്മൾ ആ എടുത്ത് കഷ്ടപ്പാടിൻ്റെ ഒരു ബലം എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ കാഴ്ച കാണുമ്പോഴത്തേക്ക് നമ്മുടെ ആ സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ശരിക്കും എല്ലാവരും വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, വലിയ ട്രക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് സമയം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ കയറി വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച കിട്ടും സുഹൃത്തുക്കളെ. അപ്പോൾ അടിപൊളിയാണ് അഞ്ചുമലപ്പാറ വ്യൂ പോയിന്റ്. ശരിക്കും ഇവിടുത്തെ കറക്റ്റ് ഒരു വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് വരണം, അല്ലെങ്കിൽ നമ്മൾ സൂര്യാസ്തമയ സമയത്ത് വരണം. ഇതും അല്ലെങ്കിൽ നമ്മൾ ജനുവരി ഡിസംബറിൽ ഈ മഞ്ഞ് സമയമൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് രാവിലെ വന്നു കഴിഞ്ഞ് ഇവിടെ കോട മൊത്തത്തിൽ മൂടിയിരിക്കുന്നത് കാണാൻ പറ്റും. അത് കാണണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വരണം. അപ്പോൾ നമ്മൾ ശരിക്കും ആകാശത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറയുന്നില്ല, ഞാൻ രാജാത്തോട്ടത്ത് പോയപ്പോൾ ഞാൻ അനുഭവിച്ചതാണ് ആ കാഴ്ച. അതൊരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സമയം ഒരു മഴ സമയമാണ്, വൈകുന്നേരം ആയതുകൊണ്ട് ഇനി നമുക്ക് ഇത്തരത്തിലുള്ളൊരു ചെറിയൊരു കോടയും ഈ ഒരു പച്ചപ്പും മാത്രമേ ആസ്വദിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എങ്കിലും നമ്മൾ ഹാപ്പിയാണ്. ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മൾ ഈ ഫോണിൽ കൂടെ കാണുന്ന കാഴ്ചയൊന്നുമല്ല. ഇത് എന്തായാലും എല്ലാവർക്കും വന്ന് ആസ്വദിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ്. അങ്ങനെ നമ്മുടെ അഞ്ചുമലപ്പാറയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ജസ്റ്റ് ഒരു അഡ്വഞ്ചറൊക്കെ ചെറുതായിട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു കാഴ്ച വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. നിങ്ങൾ വരിക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട ഒരു കൊല്ലം ഏനാദിമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ എന്താ പറയുക അഞ്ചുമലപ്പാറയുള്ളത്. പറഞ്ഞല്ലോ, നമ്മൾ ഏത് കുന്നും മലയും കയറി പോയാലും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അതിന് മുകളിൽ കയറുന്ന എന്തിനാണ് ആ ഒരു മനോഹരമായ കാഴ്ച ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ മുകളിൽ നിന്നുള്ള ഈ മനോഹരമായ കാഴ്ചകളാണ്. ഇവിടെ വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ രാവിലെ വരിക, നിങ്ങൾക്ക് സൂര്യൻ ഉദിക്കുന്ന കാണാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരം വരിക, സൂര്യൻ അസ്തമിക്കുന്ന കാണാൻ പറ്റും. ഇതും അല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകളൊന്നും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റത്തില്ല, ഫുള്ള് വെയിലായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് മഴ സമയമാണ്, അതുകൊണ്ട് വെയിലൊന്നുമില്ല, നല്ല കാറ്റാണ്. അപ്പോൾ നല്ല ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ കുറച്ച് നേരം ഇരുന്നൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഒന്ന് ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വരേണ്ട ആ ഒരു സമയം ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ആ ഒരു സമയം നോക്കി വരിക. നമ്മുടെ അഞ്ചുമലപ്പാറയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കാഴ്ചകൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ വീണ്ടും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.